ഭയങ്കര അസുഖം. മാസ്ക് ഇല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാവിലെ മുതൽ പൊടി നിന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് മഴ പെയ്താൽ വലിയ ചള്ള. 2 വർഷം കൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും സാധാരണ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളാണ് അനുഭവിക്കുന്നത്. അതിനെതിരെ പ്രതികരിച്ചവർക്ക് അർഹതപ്പെട്ട ജോലി പോലും കിട്ടാത്ത ആളുകളുണ്ട്. KSRTC സംബന്ധിച്ച് കൃത്യമായിട്ട് ഉത്തരവാദിത്തോട് പറയുന്നു, കൃത്യമായിട്ട് ആ ആൾക്ക് കിട്ടേണ്ട ജോലി പോലും കിട്ടാത്ത സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ റബ്ബറിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കർഷകർ മാത്രമാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഈ റോഡ് മുഖേന മുഴുവൻ ആൾക്കാരും കച്ചവടക്കാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. ഇതേ രീതിയിൽ നമുക്കൊരു 6 മാസം കൂടെ പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കച്ചവടക്കാർക്ക് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഞങ്ങളൊക്കെ വാടകയ്ക്കിരിക്കുന്ന ആൾക്കാരാണ്. വാടക കൊടുക്കാനുള്ള കച്ചവടം നടക്കുന്നില്ല. ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ജംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇത് 10-15 ആൾക്കാർ ഇതിന് ചുറ്റും താമസിക്കുന്നു. സന്ധ്യസമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് പോകാൻ അക്കാത്ത തിരക്കിൽ നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഇപ്പോൾ ഒരു 10 പേര് പോലും ഈ ജംഗ്ഷനിൽ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ്. കാര്യം കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഇതിന് ഇറങ്ങുന്നത്. അപ്പോൾ കുടുംബത്തിൽ കൊണ്ടൊന്നുമില്ല. സാധാരണ റോഡ് പണി തുടങ്ങുന്നത് കലങ്ങ് പണിഞ്ഞിട്ട് ആ റോഡ് പൊളിക്കുന്നത്. ഇത് ആദ്യം റോഡ് പൊളിച്ചു. ഇവിടെ മാത്രമല്ല കറവൂര് വരെ പൊളിച്ചു. ആ കറവൂരിൽ നിന്ന് അരുമുക്ക് വരെ മലയോര മേഖലയിൽ അച്ചൻകോവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡായിരുന്നു ആ റോഡ് പൂർണ്ണമായും പൊളിച്ചു. അതായത് അതിനു മുന്നേ അച്ചൻകോവ് പാത 3 വർഷക്കാലം പൊളിച്ചിട്ടിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടി അവർ പണിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് പൊളിച്ചു. പാവപ്പെട്ട ആൾക്കാരാണ് അവർക്ക്. നേരത്തെ ഈ 100 ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ 100 ഓട്ടോറിക്ഷയ്ക്ക് കൂടെ ഓട്ടോ ഉണ്ടായിരുന്നു. അവർക്കൊരു 10,000 രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഈ റോഡ് ഇങ്ങനെ വന്നതിന് ശേഷം അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് അവർ 500 രൂപ ഓടിയാൽ അതിനേക്കാൾ കൂടുതൽ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക്. 99% വണ്ടിക്ക് മുടക്കാനേ വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. സാധനങ്ങളെല്ലാം നാശമാവുകയാണ്. ആൾക്കാരും വരുന്നില്ല. അല്ല, ഇപ്പൊ നിങ്ങളുടെ MLA കൂടിയാണ്, ഇവിടുത്തെ മന്ത്രി കൂടിയാണ്. നല്ല മനുഷ്യനുമാണ്, MLA ആണ്. എല്ലാവർക്കും വേണ്ടി നല്ല മനുഷ്യനാണ്. അപ്പൊ അങ്ങാര് കണ്ണു പറഞ്ഞാലും മാത്രം റോഡിന്റെ പണി തീർക്കാനൊക്കത്തുള്ളൂ. You are watching India's first NGO television, Malanadu TV India.